ആരാണ് അബ്ദുള്ള? ഒന്ന്, അവരെന്തു പറയുമ്പോഴും ഞാൻ എന്ന് പറയുന്ന പ്രയോഗമോ എനിക്ക് എന്നുള്ള ചിന്തയോ അവർക്ക് ഉണ്ടാവില്ല. അതാണ് മെയിൻ സംഗതി. ലോകത്ത് ഏറ്റവും നല്ല അബ്ദുള്ള ആരാ? മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ഞാൻ അബ്ദാണെന്ന് പറയലാണ്. അതുകൊണ്ടാണ് വാഷദു അന്ന മുഹമ്മദൻ അബ്ദുഹു കഴിഞ്ഞിട്ട് എന്ത് പറയല്? വറസൂലുഹു പറയല്. ഞാനൊരു അടിമ. അങ്ങനെ പറയാനാ തങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം. ആ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മളെയും കൂടി പഠിപ്പിക്കാൻ തങ്ങൾക്ക് കൊടുത്ത എല്ലാ സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും നോക്കിക്കോ അബ്ദ് എന്നായിരിക്കും പ്രയോഗിക്കുക. ഏറ്റവും വലിയ സമ്മാനം ഖുർആനാ. നമ്മൾ ഇന്ന് ഓതി അൽ കഹ്ഫിൻ്റെ ആദ്യമായത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസലാല എൻ്റെ അടിമക്ക് ഞാൻ സമ്മാനം കൊടുത്തതാണ് പറയുന്നത്. എൻ്റെ അടിമക്ക് തങ്ങളെ കൂട്ടിയിട്ടുള്ള ഏറ്റവും നല്ല യാത്ര അല്ലാഹു കൊണ്ടുപോയത് ഇസ്രാ. സുബ്ഹാനല്ലദീ അസ്റാ, എൻ്റെ അടിമനെ ഞാൻ കൊണ്ടുപോയി. കൊടുത്തിട്ട് പലതും കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട, ഞാൻ പലതും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് വാവുഹ ഇല അബ്ദിഹി മാവുഹ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുള്ളൂ. അതാണ് ലോകത്തെ ഏറ്റവും നല്ല പോസ്റ്റാണ് ഈ അബ്ദുള്ള എന്ന്. ഞാൻ അള്ളാൻ്റെ അണ്ടറിലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ ഈ ഗൾഫ് രാജ്യത്തൊക്കെ എന്തിനെങ്കിലുമൊക്കെ കളക്ഷനൊക്കെ പോയാൽ ചില സ്റ്റാഫ് പറയും മുതലാളി വന്നിട്ടില്ല, നമ്മളിവിടെ സ്റ്റാഫ് മാത്രമാണ്, മുതലാളിക്ക് വിട്ടു കൊടുക്കുമല്ലോ അല്ലേ. ഞാൻ അബ്ദുള്ളയാന്ന് പറഞ്ഞാൽ ഞാനല്ല ഇതിൻ്റെ ആള്, അള്ളയാണ് ചെയ്യേണ്ടത്, നമ്മളങ്ങനെ കേട്ടോ. എല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവമാണത്. ഞാൻ ഉണ്ടാവില്ല അവിടെ, ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് അബ്ദുള്ളമാരുടെ ക്വാളിറ്റി. എനിക്ക് പീസ് കിട്ടിയിട്ടില്ല ബിരിയാണിയിലേ, അതും 4 മക്കൾ ഉപ്പയല്ല പറയില്ല, നാണോ. അല്ല ആലോചിച്ച്, എനിക്ക് പീസ് കിട്ടിയിട്ടില്ല, എനിക്ക് ബാഡ്ജില്ല, എനിക്ക് കോട്ടില്ല, എന്നെ ആദരിച്ചിട്ടില്ല കേട്ടോ. അതിനെക്കുറിച്ചൊരു കിതാബുണ്ടല്ലോ, കിതാബിൻ്റെ തന്നെ പേരെന്താ അറിയോ? ഹത്തീം സ്വനമക്ക്. നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ബിംബത്തിനെ പൂജിക്കുകയല്ലേ നീ ചെയ്യണത്? നീ എപ്പോഴാണ് ഒന്ന് അള്ളാനെ ആരാധിക്കുക? നീ എത്ര കാലം ഈ ഞാൻ എന്ന ബിംബത്തിനെ പൂജിക്കണത്? ഹത്തീം സ്വനമക്ക്. നീ ആ ബിംബത്തിനെ പൊളിക്ക്, എന്നിട്ട് വക്കുൻ ഇൻദ നഫ്സിക സഗീറ, നിൻ്റെ ഉള്ളിൽ തന്നെ നീ ചെറുതാകൂ. എന്നെ ബഹുമാനിച്ചിട്ടില്ല, എന്നെ ആദരിച്ചില്ല, നമ്മളൊന്ന് കമ്മിറ്റിയിലുണ്ടാ. അങ്ങനെയുണ്ട് ചില ആൾ അവിടെ ഭയങ്കര ട്വിസ്റ്റ് ചെയ്തിട്ട് അവർ പറയില്ലേ, ഞാൻ കമ്മിറ്റി കയറാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ പുതിയ അടുത്ത കമ്മിറ്റി നമുക്ക് തൃപ്തിയായിട്ടില്ല. അപ്പോഴും അവർ ഷറഹതും എന്ത്, എനിക്ക് കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ടൊന്നല്ലോ. ഏതാ ഉടായിപ്പ്? അതിലൊന്നും നമ്മളൊരു അബ്ദുള്ളയാവൻ. ഞാൻ എന്ന് പറയുന്നതിനെ കത്തിച്ച് കളയാ. ദബഹുൻ നഫ്സ് എന്ന് പറയും അതിന്. സൂഫിസം ആരംഭിക്കണ തന്നെ അവിടെയാ. ദബഹുൻ നഫ്സ് എന്ന് ഞാനെന്ന് പറയുന്ന സാധനത്തിന് അറുത്ത് കളയാ, ഒഴിവാക്കുക. അതിനാ ഇമാം ആകപ്പാടെ അധ്വാനിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതി, അത് പഠിപ്പിക്കാൻ. അതിനായി മഖ്ദൂമങ്ങൾ അതുക്കി എഴുതിയത്. അതിനാണ് റിസാലത്തുൽ ഖുശൈരി വന്നത്. അതിനാണ് ഈ ലോകത്തെ മുഴുവൻ ഇമാമിങ്ങളും ആധ്യാത്മിക ലോകത്ത് കിതാബ് എഴുതിയത്. മോനെ, നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ നീ കത്തിച്ച് കളയൂ, ഡിലീറ്റ് ആക്കി കളയൂ, ഫോർമാറ്റ് ചെയ്യൂ. ഇത് പഠിപ്പിക്കാനാ ആകപ്പാട് ആത്മീയ മജ്ലിസുകൾ.